നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായി നമുക്കിന്ന് മുട്ട റോസ്റ്റ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കോഴിമുട്ട വറുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിലേക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. കോഴിമുട്ടയുടെ എല്ലാ ഭാഗവും ഒരേപോലെ റോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാം നമ്മുടെ കോഴിമുട്ടയുടെ എല്ലാ ഭാഗവും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തതായി ഈ കോഴിമുട്ടയ്ക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ഈ പാനിൽ തന്നെ നമുക്ക് ആദ്യമായി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി നമുക്ക് അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരുന്ന സബോളയും പച്ചമുളകുമാണ്. ഞാൻ ഇതിലെടുത്തിട്ടുള്ള സബോള 2 വലിയ സബോളയാണ് ചെറുതാക്കി അരിഞ്ഞത്. അതുപോലെ തന്നെ 2 വലിയ പച്ചമുളക് കൂടിയാണ് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരുന്നത്. ഈ സബോളയും പച്ചമുളകും നന്നായി ഒന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിമിൽ ഓയിലിട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും വേപ്പിലയും ഒക്കെ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചേർത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് നന്നായി ഒന്ന് ഈ മസാലയിൽ പിടിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി അവസാനം ചേർത്തതിൻ്റെ കാരണം തക്കാളിക്ക് സബോളയുടെ അത്ര വേവിൻ്റെ ആവശ്യമില്ല. നമുക്ക് തക്കാളി ചെറിയൊരു വേവേ ആവശ്യമുള്ളൂ. നല്ലൊരു ടേസ്റ്റ് വരുന്നതിന് വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കോഴിമുട്ട നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കോഴിമുട്ടയിൽ മസാല പിടിക്കുന്നതിനായി നമുക്ക് ഈ കോഴിമുട്ടയും മസാലയും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തെടുത്ത കോഴിമുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ സാധാരണ മുട്ടക്കറിയേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. And see you on next recipe.